നമസ്കാരം. ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി 26-നാണ് സംഭവിക്കുന്നത്. ഇനി അധികം ദിവസങ്ങളില്ല. ശനി ശുക്ര സംയോജനം നടക്കുന്നത് മഹാശിവരാത്രി ദിനത്തിൽ ആയതിനാൽ തന്നെ ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള ഗുണകരമായ കാര്യങ്ങളും ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഭാഗ്യാനുഭവങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാനായി പോകുന്നത്. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം എന്ന പ്രത്യേകത ശിവരാത്രിക്കുണ്ട്. ശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന പ്രത്യേകമായ ഗ്രഹ സംയോജനം തന്മൂലം നേട്ടങ്ങൾ ഇരട്ടിക്കുന്നത് പല നക്ഷത്രക്കാർക്കുമാകുന്നു. ഈ വർഷവും ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്കാണ് മഹാശിവരാത്രി ദിവസം വരുന്നത്. ഈ ദിനത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും അകന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുന്നതായ ദിവസം. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ദിവസമായി തന്നെ മഹാശിവരാത്രി ദിവസം മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങും. അത്തരം ദിവസങ്ങളായി സംഭവിക്കും. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ആദ്യം മിഥുനക്കൂറിൽ വരുന്ന ആ നക്ഷത്രക്കാരെ മനസ്സിലാക്കാം. മകീരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശിവരാത്രി ദിവസം മുതൽ തന്നെ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശുഭകരമായ ഫലങ്ങൾ, മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. പരമശിവന്റെ പ്രത്യേകമായ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കടബാധ്യതകൾ എല്ലാം തന്നെ ഒരു പരിധി വരെയെങ്കിലും വീട്ടുവാൻ സഹായകരമായ കാര്യങ്ങളാണ് ഇവർക്ക് സംഭവിക്കുക. പല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. കരിയറുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്തതായ മാറ്റങ്ങൾ തന്നെയാണ് ഇവരെ തേടിയെത്തുക. ജോലിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ശമ്പള വർധനവിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഏത് ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമായി തന്നെ ശിവരാത്രി ദിവസം മാറും. നല്ല വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഗ്രഹിക്കുന്നതായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ പല വിധത്തിലാണ് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ശുഭകരമായ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായ സമയമാകുന്നു. ശിവരാത്രി ദിനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ ആരംഭമാകാം. നല്ല സമയത്തിന്റെ ആരംഭമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പല കാര്യങ്ങളും അനുകൂലമായി പ്രതിഫലിക്കുന്നതായ സമയമാകുന്നു. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യം. പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുതിയ ജോലിക്ക് പ്രവേശനം ലഭിക്കാം. അത് ആഗ്രഹിക്കുന്ന ജോലി തന്നെ ആകണം എന്നില്ല. താൽക്കാലികമായ ജോലിയാകാം. എന്നിരുന്നാലും ജോലി സാധ്യത വന്നു ചേരാം. സാമ്പത്തികപരമായ പുരോഗതി
കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. അതിന് പലവിധ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയും അത്തരം മാറ്റങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രമോഷൻ, ശമ്പള വർധനവ് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറി മറിയുന്നതായ ജീവിതം തന്നെ മാറി മറിയുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടോ മറ്റുള്ളവരുടെ സഹായത്താലോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അത്ഭുതപ്പെടുത്തുന്നതായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. തീർച്ചയായും ധനപരമായ നേട്ടങ്ങളോ മറ്റ് അനുകൂലമായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിക്കാം. ശുഭവാർത്തകൾ പോലും കേൾക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ട്, എന്നാൽ പല കാര്യങ്ങളും നടക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹ പൂർത്തീകരണത്തിന് അനുകൂലമായ ഫലം തന്നെയാണ് ശിവരാത്രി മുതൽ വന്നു ചേരുക. ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, ജോലി ലഭിക്കുക, ജോലി മാറുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കാം. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ ജോലി മാറാനുള്ള അവസരങ്ങൾ പോലും, തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഗുണകരമായ മാറ്റങ്ങൾ തന്നെ പരമശിവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാര്യങ്ങൾ പലതും തുണയ്ക്കുന്നതായ, ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നല്ല സമയത്തിന് തുടക്കം കുറിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം കുടുംബത്തിലേക്ക് അനുകൂലമായ മാറ്റങ്ങൾ, കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബത്തിനും ഒപ്പം നിൽക്കുന്നവർക്ക് പോലും ഭാഗ്യം നൽകുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും.